ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് കൂടെ സൈഡായിട്ട് കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടുകറിക്ക് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്, പിന്നെ സെപ്പറേറ്റ് കടല വേവിച്ചെടുത്തതും, പിന്നെ അതിലേക്ക് നമ്മൾ പീസസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കൂട്ടുകറി സാധാരണയായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പച്ചക്കായ ചേന മാത്രമാണ് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ ഒരു മത്തങ്ങ കൂടെ, ഒരു ചെറിയ പീസ് മത്തങ്ങ കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ച് എടുത്തത് അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി താളിച്ച് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകറിയുടെ പണി അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ കറി എന്തെങ്കിലും ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുള്ള സെയിം കുക്കറിൽ തന്നെ കഴുകുകയൊന്നും ചെയ്യേണ്ട, അതിൽ തന്നെ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിപ്പും മുരിങ്ങയിലയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള അരച്ച് ചേർക്കാത്ത കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് അരച്ച് ചേർത്തിട്ടുള്ള തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അവസാനമായിട്ടുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫിഷ് അതുകൂടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള സൈഡ് ഐറ്റംസൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം.